എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നാളെ 2026 ജൂലൈ മാസം 23-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. ഗ്രഹനിലകളുടെയും പ്രപഞ്ച ഊർജത്തിൻ്റെയും വലിയൊരു മാറ്റത്തിന് നാളത്തെ ദിവസം നമ്മുടെ ഭൂമി സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ മനുഷ്യരും ജ്യോതിഷ ശാസ്ത്രപ്രകാരം പഞ്ചാംഗ ഗണനങ്ങളിലും വളരെയധികം പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് നാളത്തെ ദിവസം കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ ആകാശത്ത് ഭരണം നടത്തുന്നത് 27 നക്ഷത്രങ്ങളിൽ 16-മനായ വിശാഖ നക്ഷത്രമാണ്. അപ്പോൾ ദേവഗുരുവായ വ്യാഴത്തിൻ്റെ, അതായത് ബൃഹസ്പതിയുടെ സ്വന്തം നക്ഷത്രമാണ്. അത് മാത്രമല്ല, നാളെ വരുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രവും കൂടാതെ വ്യാഴാഴ്ച ദിവസവും, ഇതിനപ്പുറം എന്ത് സുദിനമാണ് നമുക്ക് അല്ലെങ്കിൽ എന്ത് ഉത്തമമാണ് നമുക്ക് നാളത്തെ ദിവസം ലഭിക്കേണ്ടത്. അപ്പോൾ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വളരെ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്ന ദിവസം തന്നെയായിരിക്കും നാളെ. അപ്പോൾ നാളെ ആകാശത്തേക്ക് നോക്കിയാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ജ്യോതിഷപരമായി തുലാം രാശിയിലും വൃശ്ചിക രാശിയിലുമായി പടർന്നു കിടക്കുന്നതാണ് ഈ വിശാഖം എന്ന് പറഞ്ഞ നക്ഷത്രം. അപ്പോൾ രാത്രികാല ആകാശത്ത് ഒരു തോരണം പോലെ, അതല്ലെങ്കിൽ അലങ്കരിച്ച പന്തൽക്കാല് പോലെയൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമെന്ന് നമുക്ക് ഈ വിശാഖം നക്ഷത്രത്തെ പറയാൻ സാധിക്കും. ഇന്ദ്രനും അഗ്നിയുമാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപന്മാരായിട്ട് വരുന്നത്. അതിനാൽ തന്നെ നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേക തേജസ്സും, അതേപോലെ നാളത്തെ ദിവസത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുന്ന ദിവസം കൂടി ആയിരിക്കും. അപ്പോൾ ഇന്നലെ വരെ ജീവിതത്തിൽ കഠിനമായ പ്രതിസന്ധികളിലൂടെയും സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയും കടന്നുപോയ ചില നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം പുലരുന്നതോടുകൂടി ആകാശത്തെ ഗ്രഹങ്ങൾ നടത്തുന്നതായ ഈ ഗ്രഹവിന്യാസം അല്ലെങ്കിൽ ഈ മാറ്റം ഭൂമിയിൽ വളരെ മാറ്റങ്ങളെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പൂർണ്ണമായി ഒറ്റ ദിവസം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ല, പല രീതിയിലുള്ള ഭാവിയിലും നേട്ടങ്ങളാവാൻ സാധ്യതയുള്ള ചില തുടക്കങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്നതാണ്. അപ്പോൾ ഈ അധ്യായം കൃത്യമായിട്ടൊന്ന് കേൾക്കുക. ഇവിടെ ഒരു 12 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഫലങ്ങളായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാശിഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പൊതുവായി നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചന്ദ്രൻ്റെയും ശനിയുടെയും ചില പ്രത്യേക ഭാവങ്ങൾ കാരണം പല ആളുകളുടെയും മനസ്സിൽ കാരണമില്ലാത്തതായ സമ്മർദ്ദങ്ങൾ ഉണ്ടായി, ഓവർ ടെൻഷൻ തോന്നുന്നതായ ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ചെയ്ത ജോലിക്ക് അംഗീകാരം കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുങ്ങേണ്ടതായ പണം, അല്ലെങ്കിൽ നമുക്ക് വന്നു ചേരേണ്ടതായ പണം അവസാന നിമിഷം കയ്യിൽ നിന്ന് സ്ലിപ്പായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതായ അവസ്ഥ, ഒരു അക്കത്തിനൊക്കെ ലോട്ടറി ഭാഗ്യം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, കുടുംബത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തർക്കങ്ങൾ, ഇതുവരെ കയർത്ത് സംസാരിക്കാത്ത ആളുകൾ പോലും നമ്മളോട് കയർത്ത് സംസാരിച്ച അവസ്ഥ, ബിസിനസ്സിലൊക്കെ വലിയൊരു പ്രതീക്ഷിച്ചിരുന്ന ലാഭം കിട്ടാതിരുന്നതായ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ നാളെ വിശാഖം നക്ഷത്രത്തിലേക്ക് മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ പ്രവേശിക്കുന്നതോടുകൂടി പ്രപഞ്ചത്തിൽ ശുഭയോഗമാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസവും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം നാളത്തെ സൂര്യോദയത്തോടെ പതുക്കെ മാറിത്തുടങ്ങും. പ്രധാനമായും ധനപരമായ ഇടപാടുകൾ, അതേപോലെ പുതിയ കർമ്മ മേഖലകൾ അല്ലെങ്കിൽ തൊഴിൽപരമായ മാറ്റങ്ങൾ, അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം എന്നിവ വന്നു ചേരാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഗ്രഹങ്ങൾ നമ്മൾ ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഭാഗ്യശാലികളായ 12 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നത് കർമ്മവുമായി ബന്ധിപ്പിച്ചാണ്. അതായത് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ജോലി അങ്ങോട്ട് സ്മൂത്തായി പോകുന്നില്ല. ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ, ജോലി ആകെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലൂടെ കർമ്മവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഒരു മാനസികമായ പിരിമുറുക്കത്തിലൂടെ, മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ, ഓവർ ടെൻഷനുകളിലൂടെ, വർക്ക് ലോഡിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ. എന്നാൽ നാളെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുന്ന ദിവസമാണ്. എന്ന് വെച്ചാൽ ദീർഘനാളായിട്ട് മുടങ്ങിക്കിടന്നതോ അല്ലെങ്കിൽ ചെയ്ത് തീർക്കാൻ പറ്റാതെ കിടന്നതോ ആയ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി മാറുന്ന ദിനമായിരിക്കും. അതേപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളുണ്ടാകും. നിലവിലെ ജോലി മാറ്റിയിട്ട് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളാണെങ്കിലും നാളത്തെ ദിവസം അനുകൂലമാണ്. അപ്പോൾ പുതിയ ആപ്ലിക്കേഷൻ അയക്കാനോ, അതല്ലെങ്കിൽ നാളെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ നാളത്തെ ദിവസം എന്തെങ്കിലും ശുഭകരമായ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഗ്രഹങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങളെയാണ് ചൊരിയാൻ പോകുന്നത്. ഇനി രണ്ടാമത് രോഹിണി നക്ഷത്രമാണ്.
ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങളുമാണ് രോഹിണി നക്ഷത്രക്കാരെ ഒരുപാട് വിധത്തിൽ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞ് വലിയൊരു ആശ്വാസമാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞൊരു മനുഷ്യനില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ആ ഭാരങ്ങളെ നമുക്കൊന്ന് ലഘൂകരിക്കാൻ സാധിക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു കടമ്പയായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നാളത്തെ ദിവസം അതിന് സാധിക്കും. ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ചില സഹായങ്ങൾ, ഇവിടെ സഹായം എന്ന് വെച്ചാൽ ഒരു കേൾക്കാൻ ഒരു ചെവി തരുക എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതും വലിയൊരു ആശ്വാസമാണ്, കോടികൾ കയ്യിലേക്ക് കിട്ടുന്നതിനേക്കാൾ. ഇവിടെ അങ്ങനെ പോലും ഇല്ലാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒന്ന് വിഷമങ്ങൾ പറയാനോ അത് കേൾക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ, ഒരു തോൾ ചായച്ച് ആ തോളിലേക്ക് വീണ് സങ്കടങ്ങളൊന്ന് കരഞ്ഞെങ്കിലും തീർക്കാമെന്ന് വിചാരിച്ചാൽ അതിന് പോലും ആരും ഇല്ലാത്ത ഒരവസ്ഥ. എല്ലാവരും ഉണ്ട്, എന്നാൽ ആവശ്യം വന്നാൽ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു നിങ്ങൾക്ക്. അതിൽ മാറ്റമുണ്ടാകും. കുടുംബത്തിൽ സമാധാനം വന്നു ചേരും. പങ്കാളിയുമായി ഈയിടെയായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിനും അവിടെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്. സ്നേഹം ഉണ്ട്, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു. മാനസിക ടെൻഷനുകൾ വരുമ്പോൾ സ്നേഹം പുറത്തേക്ക് ദേഷ്യമായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങൾ നാളത്തെ ദിവസം മെച്ചപ്പെട്ട ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളെയൊക്കെ നാളത്തെ ദിവസം പറഞ്ഞ് അല്ലെങ്കിൽ നേരെയാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഗ്രഹങ്ങളുടെ ആനുകൂല്യം ഉണ്ടാകും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. എത്ര പണം വന്നാലും അത് എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത രീതിയിലുള്ള ചിലവുകളാണ് ഇപ്പോൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പണം ധാരാളം വരുന്നുണ്ട് എന്നല്ല, ആവശ്യത്തിന് പണമൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ കയ്യിലേക്ക് കിട്ടുന്ന ധനം ഒന്ന് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. 10 രൂപ സേവ് ചെയ്യാമെന്ന് വിചാരിച്ചാലോ 20 രൂപ ചിലവായിട്ട് വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയുണ്ട്. എന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ സ്വാധീനം ഇനി നാളത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതലായി വന്നു ചേരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ധനലാഭമൊക്കെ ഉണ്ടാകാനും കടബാധ്യതകൾ തീർക്കാനുള്ള വഴി തെളിയുന്ന ഒരു ദിവസവും സമയവുമാണ് ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം പുതിയ നിക്ഷേപങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ, അല്ലെങ്കിൽ പുതിയൊരു സേവിങ്സ് തുടങ്ങാൻ, അല്ലെങ്കിൽ 1 രൂപ നാളെ മുതൽ ഓരോ രൂപ വീതം ഒരു ചെറിയ കുടുക്കയിലിട്ട് വെക്കാമെന്നൊക്കെ ആഗ്രഹിക്കുന്നെങ്കിലും നാളെ മുതൽ നല്ലൊരു സമയമാണ്. അപ്പോൾ പുതിയൊരു സേവിങ്സ് സ്വയമേവ തന്നെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡീൽ ഉറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും നാളത്തെ ദിവസം വളരെയധികം മികച്ചതായിട്ടാണ് കാണുന്നത്. അടുത്തത് മകം നക്ഷത്രമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അല്പം ബുദ്ധിമുട്ടായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പഴികൾ കേൾക്കേണ്ടതായി വരുന്ന അവസ്ഥയൊക്കെയുണ്ട്. എന്നാൽ നാളത്തെ ദിവസം ഇവിടെ ഗ്രഹങ്ങൾ അനുകൂലമാണ്. സമൂഹത്തിൽ വാക്കിനും പ്രവൃത്തിക്കുമൊക്കെ വിലയുണ്ടാകുന്ന, ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റാനുള്ള ഒരു ഭാഗ്യം കൂടി ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ നാളത്തെ ദിവസം വലിയ അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന, അല്ലെങ്കിൽ ഭാവിയിൽ വലിയ അംഗീകാരങ്ങൾ ലഭിക്കാൻ തക്കതായ ചില കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ശുഭകരമായ ഒരു ദിനമായിരിക്കും. ഇനി അടുത്ത നക്ഷത്രം ഉത്രമാണ്. സ്വന്തമായി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പാളിപ്പോകുന്ന ഒരു ഭയവുമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയും കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. ഒരു തീരുമാനം എടുത്താൽ അത് പാളിപ്പോകുമോ, അല്ലെങ്കിൽ തുടർച്ചയായി പല പാളിച്ചകൾ സംഭവിക്കുന്നതിന് ഇനിയും അങ്ങനെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള വിഷമത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇരട്ടിക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ധൈര്യത്തോടെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനായി നിങ്ങൾക്ക് സാധിക്കുകയും ബിസിനസ്സിൽ വലിയൊരു ഓർഡറൊക്കെ ലഭിക്കാനും ആ ഓർഡറൊക്കെ കൃത്യമായി ചെയ്ത് പൂർത്തിയാക്കി അതിൽ നിന്ന് നല്ല ഒരു വിഹിതം അല്ലെങ്കിൽ ധനം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയും ഭാഗ്യവും ഒക്കെ കാണുന്നുണ്ട്. കാരണം ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഇവിടെ നമ്മൾ വെറുതെ പറയുന്നതല്ല. ഗ്രഹങ്ങൾ അനുകൂലമാകയാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തിയാണെങ്കിൽ പോലും അത് 100% നമ്മളിലേക്ക് ഫലങ്ങൾ കൂടി കൊണ്ടുതരും. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരാകട്ടെ ഏതാകട്ടെ നാളത്തെ ദിവസം ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം പുരോഗതിയുടെയും നേട്ടത്തിൻ്റെയും ദിവസമാണ്. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ഭൂമി ഇടപാടുകളിലോ വീട് നിർമ്മാണത്തിലോ ഒക്കെ തടസ്സം നേരിട്ടിരിക്കുന്നൊരവസ്ഥയാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ട് അല്പം ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്, അതിലൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പകുതി വരെ പണിഞ്ഞു, ബാക്കി അങ്ങോട്ട് നടക്കാത്ത അവസ്ഥ. കയ്യിൽ ധനമുണ്ട്, പക്ഷേ ജോലിക്കാർ വരുന്നില്ല. വന്നാലും 2 ദിവസം വരും, 4 ദിവസം വരില്ല. അങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തടസ്സങ്ങളാണ്. എല്ലാം ശരിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലുള്ള അവസ്ഥ. അപ്പോൾ ഈ തടസ്സങ്ങളാണ് ഇവിടെ നീങ്ങേണ്ടത്. നാളത്തെ ദിവസം അനുകൂലമാണ്. കരാറുകളിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഒപ്പുവെക്കുന്നുണ്ടെങ്കിലും നാളെ
നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി കാണുന്നുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് പരാജയപ്പെടുത്തണമെങ്കിൽ ഗ്രഹങ്ങൾ കൂടി അനുകൂലമായേ മതിയാവൂ. അല്ലാതെ നമ്മൾ എത്രത്തോളം അലേർട്ടായിട്ടിരുന്നാലും ചിലപ്പോൾ സാധിക്കണമെന്നില്ല. എന്നാൽ നാളത്തെ ദിവസം അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഗ്രഹങ്ങൾ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം വിജിലൻ്റ് അല്ലെങ്കിൽ അലേർട്ടായിട്ടിരുന്നാലും ഇല്ലെങ്കിലും നാളെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഹാനികരമായ ഒരു കാര്യങ്ങളും ചെയ്യുകയില്ല, അല്ലെങ്കിൽ വന്നു ചേരാനായി അനുവദിക്കുകയില്ല എന്നതും മനസ്സിലാക്കൂ. അതേപോലെ വസ്തു ക്രയവിക്രയം നടത്തുന്നവർ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നാളത്തെ ദിവസം വളരെയധികം ലാഭമുണ്ടാകുന്ന പുതിയ ചില കരാറുകൾ അല്ലെങ്കിൽ പുതിയ ചില ഡീലുകളൊക്കെ ഒപ്പുവയ്ക്കാൻ അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞ് വയ്ക്കുവാനൊക്കെ സാധിക്കുന്ന ലാഭകരമായ ഒരു ദിവസമായിരിക്കും. ഇനി ചോദ്യ നക്ഷത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള അലച്ചിലുകൾ അല്പം കൂടുതലായിട്ടുള്ള സമയമായിരുന്നു ചോദ്യ നക്ഷത്രക്കാർക്ക്. ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, അതല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട, ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട, വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട, അങ്ങനെ പലവിധ അലച്ചിലുകൾ, അങ്ങനെ മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ടെൻഷനുകൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന നിങ്ങളാണെങ്കിൽ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ അലഞ്ഞത് അത് നാളത്തെ ദിവസം സാധ്യമാകുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ യോഗമുണ്ടാകുന്ന ഒരു ദിവസമാണ്. വിദേശത്തേക്കോ അല്ലെങ്കിൽ സ്വദേശത്തോ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും ചില അനുമതി പത്രങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്താനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം കാണുന്നുണ്ട്. വിദേശ കാര്യങ്ങൾ പഠിക്കണമെന്ന് വിദേശത്ത് പോയി തുടർ പഠനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തായാലും നോക്കുമ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ചോദ്യ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഇനി വിശാഖം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായിരുന്നു. ഏത് കാര്യവും സ്മൂത്തായിട്ട് പോയിട്ട് പെട്ടെന്ന് അങ്ങ് നിശ്ചലമായ, ഒന്നും ഒരു അനക്കവും ഇല്ലാത്ത ഒരു അവസ്ഥ, കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങാത്തതായ അവസ്ഥ, ആ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകും. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് എനർജിയും നാളെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഗ്രഹങ്ങൾ പറയുന്നത്. അപ്പോൾ ഗ്രഹങ്ങളുടെ ഈ ഒരു ക്രമീകരണം നിമിത്തം പ്രപഞ്ചത്തിലെ പൂർണ്ണമായ ഒരു പോസിറ്റീവ് ഊർജ്ജം നിങ്ങൾ ഈ ഒരു നക്ഷത്രത്തിലേക്ക് തന്നെ വന്നു ചേരുന്നുണ്ട്, അതായത് വിശാഖം നക്ഷത്രത്തിലേക്ക്. അപ്പോൾ പുതിയ തുടക്കമൊക്കെ നടത്താൻ നിങ്ങൾക്ക് നാളെ വളരെയധികം അനുയോജ്യമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തി ജീവിതത്തിലായാലും കർമ്മത്തിലായാലും ഒരേപോലെ തന്നെ ഭാഗ്യോദയം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ. അനിഴം നക്ഷത്രമാണ് അടുത്തത്. സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ ഏറ്റവും തോളിൽ കൈയിട്ട് നിന്ന വ്യക്തികളിൽ നിന്നൊരു വഞ്ചന അനുഭവിച്ചിട്ട് വളരെ നിരാശയോടെ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളിപ്പോൾ. ഇപ്പോൾ പണവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ പുറത്ത് പറയരുതെന്ന് പറഞ്ഞൊരു കാര്യം വേറൊരു ചെവി അറിഞ്ഞതായ ഒരവസ്ഥയാകാം. ഏതായാലും ഒരുപാട് നിങ്ങൾ സ്നേഹിച്ചിരുന്ന, ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയിൽ നിന്ന് ഏറ്റതായ ഒരു മനസ്സിൻ്റെ മുറിവ്, ഒരു മാനസികമായ ഒരുപാട് പ്രയാസം നിങ്ങൾക്ക് അതുവഴി ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു നിരാശയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ സത്യാവസ്ഥ എന്തെന്നറിയാതെ പലരും നിങ്ങളെ പഴിയും പറയുന്നുണ്ട്. എന്നാൽ ഈ നാളത്തെ ദിവസം സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം അവർ നിങ്ങളോട് മാപ്പ് പറയാനൊക്കെ വരുന്നത് ഒരു ദിവസമാണ്. കൂടാതെ പുതിയ ചില സൗഹൃദങ്ങൾ കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നതിനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചതുവ് പറ്റിയ സൗഹൃദം കൊണ്ട് അപ്പോൾ വീണ്ടും ചതുവുകൾക്ക് തലവെച്ച് കൊടുക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാമൂഹിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം വളരെയധികം തിളങ്ങുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രമായിട്ട് പറയാനുള്ളത് ഉത്രാടമാണ്. പരീക്ഷകളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലോ ഒക്കെ ചെറിയൊരു മാർക്കിന് വിജയം കൈവിട്ടു പോയൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിലിരിക്കുന്ന ഉത്രാട നക്ഷത്രക്കാരാണിപ്പോൾ. ഒരു മാർക്കിൻ്റെ പുറത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് നിന്നൊരു എക്സാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ എക്സാമിൽ ഒരു മാർക്ക് കൂടെ കൂടുതൽ കിട്ടിയായിരുന്നെങ്കിൽ വിജയിക്കാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ വിചാരിച്ച് അത്ര മാർക്ക് കിട്ടാതെ ഇരുന്നതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഫെയിലായിപ്പോയി, അങ്ങനെ ഒരു വലിയ നിരാശയിലിരിക്കുന്ന നിങ്ങൾക്ക് പഠനകാര്യങ്ങളിൽ മിടുക്ക് തെളിയിക്കാനുള്ള സമയം ഇനിയാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം മുതൽ ദീർഘകാലമായി കാത്തിരുന്ന ഗവൺമെൻറ് ജോലി സംബന്ധമായ ചില അറിയിപ്പുകൾ നാളത്തെ ദിവസം ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങൾ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് മികച്ചതായ ഒരു വിജയവും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇനി തിരുവോണം നക്ഷത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥ, ഭാവിയെക്കുറിച്ചുള്ളതായ ചില ആശങ്കകൾ, കടുത്ത ആശങ്കകൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ഫലം കണ്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥനകളുടെ ഫലം നാളെ മുതൽ ലഭിച്ചു തുടങ്ങും. കുടുംബത്തിലൊരു മംഗളകർമ്മത്തിന് തുടക്കം കുറിക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടാകുന്നതായ സമയവും ദിവസവുമാണ്. കുടുംബപരമായ സന്തോഷവും കുറച്ച് സ്വർണ്ണാഭരണ സമ്പാദ്യവുമൊക്കെ ലഭിക്കുവാൻ, അല്ലെങ്കിൽ അല്പം സമ്മാനമായിട്ടോ അല്ലെങ്കിൽ സ്വന്തം സേവിങ്സിൽ നിന്ന് അല്പം സ്വർണം വാങ്ങാനൊക്കെയുള്ള ഭാഗ്യവുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളും അനാവശ്യ ഭയവും കാരണം അല്പം ടെൻഷനിലാണ് ഇരിക്കുന്നത്. അതായത്
ചിന്തിച്ച് കൂട്ടുന്നതാണ്. ചെറിയൊരു പനി വരുമ്പോഴേ അത് വേറെ പല അസുഖങ്ങളാണോ എന്ന് ചിന്തിച്ച് കൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു ഓവർ തിങ്കിങ് ഉള്ളൊരു നക്ഷത്രം കൂടിയാണ് പൂരുരുട്ടാതി എന്ന് പറയുന്നത്. അപ്പോൾ രോഗാൽ ദുരിതങ്ങളിലാണ് ഇപ്പോൾ അല്പം വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മോചനവും മാറ്റമൊക്കെ ഉണ്ടാകും. മനസ്സമാധാനം തിരിച്ചു കിട്ടുകയും സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. ആരോഗ്യ പുരോഗതി ഉണ്ടാകും. മാനസിക ഉല്ലാസവും ഉന്മേഷവും ഒക്കെ വന്നു ചേരുന്ന ഒരു ദിവസവും സമയവുമാണ് നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമാണെങ്കിലും ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി മനസ്സിലാക്കിയാൽ ഈ ഭാഗ്യം നമ്മളിലേക്ക് പൂർണ്ണമായി വന്നു ചേരുകയുള്ളൂ. അപ്പോൾ നാളെ രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് തൊട്ടടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോകാം. അതല്ലെങ്കിൽ ശിവക്ഷേത്രമാണെങ്കിൽ രണ്ടിലേതാണോ നിങ്ങളുടെ വീടിനടുത്തുള്ളത് ആ ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുക. പെരുന്നാളും പറഞ്ഞൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെയധികം ഉത്തമമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നാളെ പ്രധാന യാത്രകൾക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്ക് പോകുന്നവരാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം ഇത് വ്യാഴത്തിൻ്റെ പോസിറ്റീവായ ഊർജ്ജം നാളത്തെ ദിവസം നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ ജീവിതത്തിലും തുണയായി പോസിറ്റീവായ ഫലങ്ങൾ നൽകുന്നതിന് സഹായിക്കും. ഇനി പോകുമ്പോഴെപ്പോഴും മുതിർന്ന മാതാപിതാക്കളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ അത് നാളത്തെ ദിവസം വളരെയധികം ശോഭനമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായിക്കും. ഇനി കഴിയുന്നത് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ വിശക്കുന്ന ഒരു വയറിന് അല്പം ഭക്ഷണം കൊടുക്കുക. ഒരു സാധുവായ ആളിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഒരു പൊതി ഭക്ഷണം കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നെ ഒരു പൊതി കിട്ടി ചോറും കറിയും എല്ലാം വെച്ച് ഒരു പൊതിച്ചോറ് ഒരു ആൾക്ക് കൊടുക്കാനൊക്കെ സാധിക്കുന്നത് ജാതകത്തിലെ സകലവിധ ദോഷങ്ങളെ മാറ്റുക എന്നാണ്. അതായത് അന്നദാനമാണ് ഏറ്റവും വലിയ മഹത്വമാർന്ന ദാനമെന്ന് പറയുന്നത്. ഒരു വിശക്കുന്ന വയറിന് അല്പം അന്നം കൊടുക്കാൻ സാധിച്ചാൽ അതിനപ്പുറം പിന്നെ വേറൊരു പുണ്യപ്രവൃത്തിയില്ല എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നാളെ അനാവശ്യമായി വാഗ്വാദങ്ങൾക്ക് ആരുമായി ഏർപ്പെടാതിരിക്കേണ്ടതാണ്. അതായത് വിശാഖ നക്ഷത്രത്തിന് പൊതുവേ അല്പം എടുത്തുചാട്ടം ഉണ്ട്. അതായത് ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് അല്പം ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരേണ്ട സമയം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നാളെ വിശാഖം നക്ഷത്രത്തിൻ്റെ ഒരു സ്വാധീനത്തിലായിരിക്കും ഭൂമിയിലുള്ള നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എതിർത്ത് പറയുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ വന്നു ചേരാം. ഒരു ദിവസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ നക്ഷത്ര സ്വാധീനം എന്ന് പറയുമ്പോൾ ആ നക്ഷത്രത്തിൻ്റേതായ ഗുണങ്ങൾ കൂടി നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഇവിടെ നാളത്തെ ദിവസം ദേഷ്യം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. നാളെ വലിയ തുകകൾ ആർക്കും കൈമാറ്റം ചെയ്യാതിരിക്കുക. കടം കൊടുക്കരുത് തീർച്ചയായും. അത് തന്നെയാണ് കാരണം തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും വന്നു ചേരുന്നത്. അതേപോലെ നാളത്തെ രാഹുകാല സമയം വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾക്ക് ഉപ്പ് ഇടുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും പാടുള്ളതല്ല. 2 മണി 6 മിനിറ്റ് മുതൽ 3 മണി 50 മിനിറ്റ് വരെയുള്ള സമയം ശുഭകരമായ ഒരു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കൊള്ളുന്ന സമയമല്ല, വർജിക്കേണ്ടതാണ്. അതേപോലെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം നാളത്തെ ദിവസത്തിൻ്റെ ഭാഗ്യം കെടുത്തുമെന്ന് വീണ്ടും പറയുകയാണ്. കഴിവതും നാളത്തെ ദിവസം ക്ഷമയെ കൂട്ടുപിടിക്കുന്നത് വളരെയധികം ഉത്തമമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നാളെ ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് പൂർണ്ണമായ അനുഭവത്തിൽ വരണമെങ്കിൽ ചെറിയ ഏറ്റവും ലളിതമായൊരു പ്രാർത്ഥന കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നാളെ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം എന്ന രീതിയിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഓം ബൃഹസ്പതിയെ നമഃ എന്ന ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ബുദ്ധിവികാസം, അതേപോലെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവ് വന്നു ചേരുന്നതിനും ബിസിനസ്സിൽ നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നവരാണെങ്കിൽ നാളെ നിങ്ങൾ ലക്ഷ്മി നാരായണ ഭജനം നടത്തുന്നത് അതേപോലെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതൊക്കെ പെട്ടെന്നുള്ളതായ ഒരു മാറ്റം നിങ്ങൾക്ക് ദൃശ്യമാകുന്നതിന് ഒരുപാട് സഹായിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം നമുക്കായി ഒരുക്കുന്ന വലിയൊരു അവസരമായിട്ട് നാളത്തെ ദിവസം കാണുക. വിശാഖ നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന വളരെയധികം ശുഭകരമായ ദിവസമാണ് നാളെ. ഇന്നലെ വരെയുള്ള പരാജയങ്ങളെ ഓർത്ത് വീണ്ടും വിഷമിച്ചിരിക്കാതെ നാളത്തെ സൂര്യോദയത്തെ പുതിയൊരു പ്രതീക്ഷയോടെ വരവേൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വലിയൊരു മാറ്റം നാളത്തെ ദിവസം ദൃശ്യമാകും. മറ്റുള്ളവർക്ക് മാറ്റം വരികയില്ല എന്നതല്ല പറയുന്നത്. നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാർക്ക് ഒരു പൊടിക്ക് ഭാഗ്യം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നാളത്തെ ദിവസം എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.